നീ എന്താടി എന്റെ മമ്മി എന്നെ കുറിച്ച് പറഞ്ഞേ? അത് നീ വ്യക്തമായിട്ട് കേട്ടതല്ലേ? ഹാ, നിനക്ക് ധൈര്യമുണ്ടോ എന്റെ മുഖത്ത് നോക്കി അതൊന്നുകൂടെ പറയാൻ? ഗാഥ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. ഞങ്ങള് വേറൊരു ടെൻഷനില്ല. എന്റെ കാര്യം പരിഹരിച്ചിട്ട് മതി നിന്റെയൊക്കെ ടെൻഷൻ പരിഹരിക്കുന്നത്. നിനക്ക് എന്താണ് കേൾക്കേണ്ടത്? ഞാൻ നിന്നെ നിന്റെ മമ്മിയെ കുറിച്ച് പറഞ്ഞത് മുഖത്ത് നോക്കി പറയണമെന്നല്ലേ നീ പറഞ്ഞത്? എന്നാലേ കേട്ടോ, നിന്റെ മമ്മയുണ്ടല്ലോ സിതാര ശ്രീനിവാസൻ, അവരെ കുറിച്ച് നീ എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം മോളെ നേരെ ചൊവ്വെ വളർത്താൻ കഴിയാത്ത ഒരു കഴിവുകെട്ട സ്ത്രീയാ അവര്. പിന്നെ നിന്റെ കാര്യം, കാശുള്ള കുടുംബത്തിൽ ജനിച്ചതിന്റെ പേരിലെ നാട്ടുകാരെ മുഴുവൻ ഭരിക്കാൻ ഇറങ്ങിക്കോളാന്ന് തീരുമാനിക്കുന്ന ചില വൃത്തികെട്ട ജന്മങ്ങള്, അക്കൂട്ടത്തിൽ ഒരുത്തി. അതിലപ്പുറം ഗാഥാ ശ്രീനിവാസൻ ഒരു ചുക്കുമല്ല. കൈക്ക് വേദനയുണ്ടോ നോക്കട്ടെ? നീയാ ഇവക്ക് വളം വെച്ച് കൊടുക്കുന്ന. നീ പറഞ്ഞു കൊടുക്കുന്നതാ ഇവളുടെ നാവിന്ന് വരുന്നത്. കൃഷ്ണയുടെ നേരെ എങ്ങാനും നിന്റെ കൈ പൊങ്ങിയിട്ടുണ്ടെങ്കി പൊന്നുമോളെ, അവള് കാണിക്കുന്ന സ്നേഹവും ബഹുമാനമൊന്നും ഞാൻ കാണിക്കില്ല. അടിച്ചു നിന്റെ നടു അടിച്ചു കളയും, കേട്ടോടി? നീ എന്താടി കാണിച്ചേ? മര്യാദയ്ക്ക് എന്റെ വണ്ടിയുടെ ചാവി എടുത്ത് തിരിച്ചുകൊണ്ടൊന്ന് വെച്ചോ. മോളിക്കുട്ടി, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ചാവി ഞാൻ തെരഞ്ഞു കണ്ടുപിടിച്ചോളാം. ഗാഥ, ഒന്ന് പോവാൻ നോക്ക്. ഇപ്പതേ ഞാൻ ചാവി എടുത്തെറിഞ്ഞതേ ഉള്ളൂ. ഇനി എന്നോട് അഹങ്കാരം പറയാൻ നിന്റെ നാവ് പൊങ്ങിയോ? ദേ, ഇത് ഞാനങ്ങ് കത്തിക്കും. ചവിട്ടി അരച്ച് കാലിനടിയിലിട്ടാലും പ്രതികരിക്കാതിരിക്കാനേ ഞാൻ കൃഷ്ണയല്ല, മോളിക്കുട്ടിയാ. നിന്റെ അഹങ്കാരം എന്നോട് കാണിച്ചാലേ ഈ തെരുവിൽ വെച്ചാലും ശരി, നിന്റെ വീട്ടിൽ വന്നിട്ടായാലും ശരി, ഇത് തന്നെയായിരിക്കും ഞാൻ നിനക്ക് തരാം. നീ എന്നെ തല്ലിയല്ലേ? ഗാഥ ശ്രീനിവാസനെ തല്ലി ഈ കൈകൾ ഇനി ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ വിടാലോ? അവളെ നേരത്തെ കണ്ടപ്പോ ഈ ഡ്രസ് അല്ലായിരുന്നല്ലോ. അതൊക്കെ എന്തിനാ നമ്മൾ അറിയുന്നേ? അവള് ചിലപ്പോ വേഷം മാറിയിട്ടുണ്ടാവും. നമുക്ക് അവളെയല്ലേ വേണ്ടത്. ഇറങ്ങി പോക്കടാ. ഇങ്ങോട്ട് വാടി. നീ ആരടാ? അതൊക്കെ പറയാം. മോളിക്കുട്ടി, ഗാഥ എവിടെ? എടി, അവളെ ആരോ വന്ന് പിടിച്ചോണ്ട് പോയി. അവർ കുറെ ആളുകളുണ്ടായിരുന്നു. അയ്യോ എന്റെ ഈശ്വര, എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? അവരെങ്ങോട്ടാ പോയത്? ദേ, ആ ഭാഗത്തേക്കാ പോയത്. ആലോചിച്ച് നിൽക്കാനൊന്നും സമയമില്ല മോളിക്കുട്ടി. നീ വേഗം വണ്ടി എടുത്തേ. അവക്ക് എന്തേലും സംഭവിച്ചു പോയാലേ പ്രശ്നം. നാശം പിടിച്ചവള്. അവളെ കണ്ടാലേ അന്നത്തെ ദിവസം പോക്കാം.